നമസ്കാരം. വി ഡി സതീശൻ വെറും പ്രതിപക്ഷ നേതാവല്ല. അദ്ദേഹത്തെ അടുത്ത കാലത്തായി കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം ഒരു CBI ഡയറക്ടർ ഗ്രൂപ്പിലെ സേതുരാമയ്യറയൊക്കെ പോലെയാണ്. ഇത് കൊലപാതകം കണ്ടുപിടിക്കുന്ന CBI ഉദ്യോഗസ്ഥനല്ല. മൂപ്പരുടെ ഒരു രീതി അനുസരിച്ച് ഇരട്ടത്താപ്പുകൾ എവിടെയുണ്ടോ അത് കൂലങ്കുഷമായി വിശകലനം ചെയ്ത് ഒബ്സർവേഷനിലൂടെ കണ്ടെത്തും. എന്നിട്ട് അതിങ്ങനെ പ്രസംഗിക്കും. ഇരട്ടത്താപ്പ് കണ്ടുപിടിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്ര ഇവിടെ സമാപന സമ്മേളനത്തിൽ മൂപ്പര അമ്മാതിരി ഒരു സൂക്ഷ്മദർശിനിയുമായി പോയിട്ട് ഈ ഇരട്ടത്താപ്പ് കൃത്യമായി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കേരളമാകെ ചർച്ചയായി. എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത്? ആ സംഭവത്തിലേക്ക് വരുന്നതിന് മുന്നേ മൂപ്പരുടെ ആ കണ്ടുപിടുത്തം കാണാം. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിന് കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. മാതിരി പ്രസ്താവനയാണല്ലേ, ഗംഭീരല്ലേ? ഈ നൂറ്റാണ്ട് കേട്ട ഏറ്റവും ഗംഭീരമായ പ്രസംഗം. ഈ പ്രസംഗത്തിൻ്റെ ഈ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇരട്ടത്താപ്പ് കണ്ടുപിടിക്കുന്ന ഒരു വിദഗ്ധൻ്റെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നത് കൂടിയാണ്. ഇത് കേട്ട് ആരാധകർ കൈയടിച്ചു, മാധ്യമങ്ങൾ ആഘോഷിച്ചു, മീഡിയ വൺ ഗംഭീരമായി ചർച്ച ചെയ്തു. എന്നാൽ സംഗതി പാളിപ്പോയി ലേശം. അകത്തുള്ള മൗവെടുത്ത് കാക്കിട്ട അവസ്ഥയായി എന്ന് നമ്മുടെ വടക്കേ മലബാറിലൊക്കെ ഒരു ചൊല്ലുണ്ട്. അതുപോലെയാണ് സ്ഥിതി. സതീശൻ അകത്തുള്ള മൗവെടുത്തിട്ട് കാക്കിട്ടു. പ്രസംഗം പിണറായിയെയും വെള്ളാപ്പള്ളിയെയും ചേർത്ത് കെട്ടി ലേശം വിദ്വേഷം അടിച്ചുവിട്ട് സുന്നി മുസ്ലിങ്ങളുടെ വോട്ട് അടിച്ചു മാറ്റാനുള്ള ഒരു പരിപാടി, ഒരു പദ്ധതി ആയിരുന്നുവെങ്കിലും നടന്നത് നേരെ മറിച്ചാണ്. സതീശൻ്റെ ഇക്കാര്യത്തിലെ ഇരട്ടത്താപ്പ് നാട് നീളെ ചർച്ചയായി. മറന്നു കരുതിയ പലതും പുറത്തേക്കെടുത്തിട്ട് എതിരാളികൾ ചർച്ചയാക്കി. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയെന്നും പറഞ്ഞ് പിണറായിക്കെതിരായ വിദ്വേഷ ചിന്തയാണ് സമാപന യോഗത്തിൽ സതീശൻ പുറത്തേക്ക് വിട്ടത്. ആ വെള്ളാപ്പള്ളിയും പിണറായിയും ആ ഇക്വേഷൻ കൃത്യമായി മൂപ്പരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളിയും പിണറായിയും വല്ലാത്ത വർഗീയവാദികളാണ് എന്നൊരാശയം അതൊരു മുസ്ലിം കൂട്ടായ്മയുടെ യോഗത്തിൽ പോയി അടിച്ചുവിടുക. അങ്ങനെ AP സുന്നികളായ മുസ്ലിങ്ങളുടെ വോട്ട് അനുകൂലമാക്കുക. ഇതായിരുന്നു സതീശൻ്റെ വിദഗ്ധമായ സ്ട്രാറ്റജി. ഈ KP ശശികലയൊക്കെ സംഘപരിവാർ കൂട്ടങ്ങളിലൂടെ പയറ്റുന്നൊരു തന്ത്രമുണ്ട്. എന്നാൽ ഇവിടെ സംഗതി തിരിച്ചടിച്ചു. കോൺഗ്രസ് നേതാക്കൾ തന്നെ സതീശൻ്റെ ഔചിത്യമില്ലാത്ത ഇടപെടലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മക്കെന്നെ പണിയായ കാര്യമാണ് എന്നവർ നേതൃത്വത്തെ തന്നെ അറിയിച്ചു അത്രേ. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ വടി കൊടുത്ത് അടി വാങ്ങിയത് പാർട്ടിക്കും മുന്നണിക്കും ദോഷമുണ്ടാക്കിയെന്ന വിലയിരുത്തലിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. നേതാക്കൾ അതൃപ്തി സതീശനെ നേരിട്ട് വിളിച്ചറിയിച്ചു എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഇത്തരം സമീപനം ആതിഥ്യമര്യാദയുടെ ലംഘനമാണ് എന്നും ഒരു സാമുദായിക സംഘടനാ യോഗത്തിൽ പോയി മറ്റൊരു സമുദായ നേതാവിനെതിരെ വിദ്വേഷം പറഞ്ഞ് അതേ സമുദായത്തിൽപ്പെട്ട മുഖ്യമന്ത്രിയെ അതിൻ്റെ ഭാഗമാക്കി ചിത്രീകരിച്ചത് ദോഷം ചെയ്തു എന്നുള്ള നിലപാടിലാണ് അവർ. മാത്രമല്ല, അതുകൊണ്ട് സതീശൻ്റെ പഴയ നിലപാടുകളിലെ ഇരട്ടത്താപ്പ് ഓരോന്നായി ചർച്ച ചെയ്യപ്പെട്ടു എന്നും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ മുന്നണിക്ക് ആകെ ദോഷം ചെയ്തു എന്നും അവർ വിലയിരുത്തുന്നു. മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി അത് വർഗീയതയാണ്, അവർക്കെതിരെ നമ്മൾ മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, വർഗീയത അംഗീകരിക്കാനാകില്ല എന്നതായിരുന്നു സതീശൻ്റെ ഭാവഹാവാദികളോടെയുള്ള പ്രസ്താവനയുടെ ഉള്ളടക്കം. എന്നാൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന ഇരട്ടത്താപ്പുകൾ മുഴുക്കെ സതീശൻ്റെയും കോൺഗ്രസിൻ്റെയുമാണ്. ഒന്നാമത്തേത് ഈ ചിത്രം തന്നെയാണ്. RSSൻ്റെ പരിപാടിക്ക് പോയ ചിത്രം. അവിടെ പോയിട്ട് എന്താ ചെയ്ത്? വിളക്ക് കൊളുത്തിയൊരു കഥ. ഗോൾവാക്കറുടെ ഭാരതാംബയുടെ മുന്നിൽ വിളക്ക് കൊളുത്തിയ കഥ. അത് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു. എന്താണ് സംഭവം? 96-ൽ തൻ്റെ ആദ്യ മത്സരത്തിൽ CPIയിലെ P രാജുവിനോട് പറവൂരിൽ പരാജയപ്പെട്ട സതീശൻ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള തന്ത്രങ്ങൾ ആസൂത്രിതമായി നടപ്പാക്കി. 2001, 2006 വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ RSSൻ്റെ സഹായം തേടിയത്രേ. ഹിന്ദു ഐക്യവേദിയുടെ വക്താവ് RV ബാബു തന്നെ പിന്നീട് ഈ കാര്യം വെളിപ്പെടുത്തി. അത് വലിയ വിവാദമായി. അന്ന് RSS പരിപാടിയിൽ പങ്കെടുത്ത ചിത്രവും സതീശൻ ഈ ഒത്തുതീർപ്പിന് വേണ്ടി തങ്ങൾക്ക് വോട്ട് കിട്ടുന്നതിന് വേണ്ടി RSSൻ്റെ വോട്ട് കിട്ടാൻ പങ്കെടുത്ത ചിത്രവും പുറത്തുവിട്ടു. പിന്നീട് ഇങ്ങോട്ട് അത് കൃത്യമായി നടന്നു വരുന്നു. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. ഇമാതിരി വിളക്ക് കൊളുത്തിയിട്ടാണ് കാന്തപുരത്തിൻ്റെ പരിപാടിക്ക് പോയിട്ട് വോട്ടിന് വേണ്ടി വർഗീയത പറയരുത്, വാക്ക് പറഞ്ഞാൽ വാക്കാകണം, ഇരട്ടത്താപ്പ് പാടില്ല എന്ന് സതീശൻ വിളിച്ചു പറഞ്ഞത്. ഇതാണ് ഒന്ന്.
രണ്ടാമത്തേത് 2013 മാർച്ച് 24-നാണ്. അന്ന് RSSന്റെ സാംസ്കാരിക സംഘടന ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടിയിൽ പോയി. അവിടെ പോയും ഈ സംഘപരിവാറിൻ്റെ സംഘടനയെ നന്നായി പുകഴ്ത്തി. അവിടത്തെയും ചിത്രം പുറത്തു വന്നു. അതാണ് രണ്ടാമത്. ഇത് കഴിഞ്ഞിട്ടാണ് മൂപ്പർ അവിടെ പോയിട്ട് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞത്. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. ഒരു ഭാഗത്ത് മാത്രം പോരല്ലോ, അപ്പുറത്തും വേണമല്ലോ. അങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ സംഘടിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയാഘോഷം SDPIയുടെ നേതൃത്വത്തിലാണ് നടന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇനി അത് കഴിഞ്ഞ് നിലമ്പൂരിൽ പോയി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഒപ്പിച്ചു. നിലമ്പൂരിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമി പാവങ്ങളാണ്, മതരാഷ്ട്രവാദികളല്ല, അതൊക്കെ അവർ ഉപേക്ഷിച്ചു എന്ന് അവർ പോലും പറയാത്ത സർട്ടിഫിക്കറ്റ് അവർക്ക് എഴുതി കൊടുത്തു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി UDFന്റെ സഖ്യത്തിലുമാണ്. ഒരു ഭാഗത്ത് RSS, മറുഭാഗത്ത് SDPI വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇങ്ങനെ അണിനിരക്കുന്നു. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. ഇരട്ടത്താപ്പിൻ്റെ കഥ പറയാൻ ഏറ്റവും യോഗ്യൻ തന്നെ VD സതീശനാണ് എന്നാണ് കോൺഗ്രസിലെ ചില മുൻ തലമുറക്കാരുടെ കുറ്റപ്പെടുത്തൽ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇമാതിരി ഇരട്ടത്താപ്പിൻ്റെ പ്രസ്താവന നടത്തി ഒരു തിരിച്ചടി ഏറ്റുവാങ്ങിയ, നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു സംഗതി പാളിപ്പോയതിൻ്റെ തിരിച്ചടിയുടെ ഉത്തരവാദിത്തം സതീശന് മേൽ വരുന്നത്. VD സതീശൻ ഈ ചെയ്ത ചെയ്ത്തിനെതിരെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും രംഗത്തെത്തുന്നതും ഈ സാഹചര്യത്തിലാണ്. അതേസമയം സുന്നി പണ്ഡിതൻ ജമാൽ മുസ്തഫാവി സുന്നികളുടെ നിലപാട് എന്താണ് എന്ന് വിശദമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ജമാൽ മുസ്തഫാവി മാതൃഭൂമിയിൽ മാധു നടത്തിയ ചർച്ചയിൽ നടത്തിയ പരാമർശം, അദ്ദേഹം അവതരിപ്പിച്ച നിരീക്ഷണം സതീശൻ്റെ ഇരട്ടത്താപ്പിനെതിരായ കനത്ത ആഘാതമായി. ഇരട്ടത്താപ്പിനെ കുറിച്ച് പ്രസംഗിച്ച VD സതീശൻ്റെ നിലപാടാണ് ഇരട്ടത്താപ്പ് എന്ന് അദ്ദേഹം ഉദാഹരണ സഹിതമാണ് ചൂണ്ടിക്കാണിച്ചത്. മതരാഷ്ട്രവാദികളായ RSSനെ ഒരു ഭാഗത്ത്, ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്വേഷ ഫാക്ടറിയെ വാടകക്കെടുത്ത് മറ്റൊരു ഭാഗത്ത്, ഇങ്ങനെയാണ് അദ്ദേഹം നീക്കം നടത്തുന്നത്. പിന്നാലെ മീഡിയ വൺ മുതൽ ഷാജൻ സ്കറിയ വരെ സതീശനെ തുറന്നു കാട്ടാൻ മുസ്തഫാവി എടുത്തിട്ടു. സാജൻ സക്രിയക്കെതിരെ എന്ത് തന്നെയായാലും സാജൻ സക്രിയ കേരളത്തിൽ ഉണ്ടാക്കിയ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളുടെ 7 അയലത്ത് വെള്ളാപ്പള്ളി ഇതുവരെ എത്തിയിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ആ സാജൻ സക്രിയക്ക് വേണ്ടി ശക്തമായ പ്രസ്താവനയുമായി രംഗത്ത് വന്ന സാജൻ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെ മതേതര സമൂഹം മുഴുവൻ സന്തോഷിക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത ഭരണകൂടത്തിനെതിരെ പ്രസ്താവനയുമായി രംഗത്ത് വന്ന ആളാണ് ഈ VD സതീശൻ. മാത്രമല്ല, നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ കേരളത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരാണ് മറുപടി പറയേണ്ടത്. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവും നടത്താത്ത നീചമായ പ്രസ്താവന, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദം ഇപ്പോൾ ഇല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സമിതി അംഗം, ദേശീയ സമിതി അംഗം, മീഡിയ വണ്ണിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, IPHന്റെ ഡയറക്ടർ ബോർഡിലെ മെമ്പർമാരിൽ ഒരാൾ അബ്ദുസലാം വാണിയമ്പലം എഴുതിയ ഒരു പുസ്തകമുണ്ട്, അൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഏതാണ് ഇഖ്വാനുൽ മുസ്ലിമീൻ? ബ്രദർഹുഡ്. അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും നിരോധിച്ച ആഗോള തീവ്രവാദ സംഘടന. ആ തീവ്രവാദ സംഘടന അറബ് മേഖലയിൽ നടത്തുന്ന പദ്ധതിയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് സലാം വാണിയമ്പലം ആ പുസ്തകത്തിൽ എഴുതി വെക്കുന്നത്. എന്നാൽ ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ചില സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ എന്തിനാണ് VD സതീശൻ വെളുപ്പിക്കാൻ രംഗത്ത് വരുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ മൗദൂദിയുടെ രാഷ്ട്രീയ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്ന് കേരളത്തിൽ ഒരു ജമാഅത്ത് നേതാവും പറഞ്ഞിട്ടില്ല. അതിന്റെ ജമാഅത്തിന്റെ തന്തജമന് VD സതീശൻ വരുന്നതിന്റെ താല്പര്യങ്ങൾ വേറെയാണ്. ഈ മാതൃഭൂമി ചർച്ചയ്ക്കെത്തിയ KP നൌഷാദ് അലിയും ഈ കാര്യത്തിൽ മേൽ വിശദീകരിക്കാൻ പോയാൽ താനും കുടുങ്ങും എന്ന് മനസ്സിലാക്കി നൌഷാദ് അലി പറഞ്ഞത് സ്വന്തം തടി കഴിച്ചലാക്കാൻ വിഷയം മാറ്റി തന്തജമേൽ എന്ന വാക്കിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് മൂപ്പര് വിശദീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്വേഷ ഫാക്ടറിയെ വാടകക്കെടുത്ത് കേരളത്തിൽ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാം, വർഗീയമായി ഇവിടുത്തെ സമുദായത്തെ CPMന്റെ ഞാനതിൽ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിയുടെ അപകടകരമായ രാഷ്ട്രീയ സമീപനങ്ങൾ ഞങ്ങൾക്കില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ് പോലും പറയാത്ത സാഹചര്യത്തിൽ VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്തജമന് എന്നൊരു പ്രയോഗമാണ് ഞാൻ നടത്തിയത്. അതിലെന്തെങ്കിലും അനൗചിത്യം ഉണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കാം. VD സതീശൻ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ നല്ല കുട്ടിയാണ് എന്ന് വെളുപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നത് നമ്മളെല്ലാം കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരു മാധ്യമ പ്രവർത്തകരുണ്ട്, ശ്രീ PT നാസർ. അദ്ദേഹം മുല്ല നാസർ എന്നും അറിയപ്പെടും. അദ്ദേഹം മാധ്യമത്തിൽ പ്രവർത്തിച്ചു, മീഡിയ വണിൽ പ്രവർത്തിച്ചു. അദ്ദേഹം എഴുതിയൊരു ലേഖനമുണ്ട്, ആ പുള്ളിപ്പുലിയുടെ പുള്ളി അത്ര എളുപ്പം മായുന്നതാണോ അമീർ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ചുരുക്കത്തിൽ VD സതീശൻ്റെത് ഭരണം പിടിക്കാനുള്ള സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വർഗീയ തീവ്രവാദ സംഘടനകളെ വെളുപ്പിക്കുന്നത്. വിദ്വേഷ ഫാക്ടറികൾ വാടകക്കെടുത്ത് കേരളത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാം. അങ്ങനെ 2 വിഭാഗത്തെ തീവ്രമായി ഈ വിദ്വേഷം നടക്കുന്ന വിഭാഗങ്ങളെ ഇടത്തും വലത്തും കൊണ്ടു നടക്കാം. അങ്ങനെ ഭരണത്തിലേറാം എന്നാണ് സതീശൻ കരുതുന്നത് എന്നാണ് ജമാൽ മുസ്തഫാവിയുടെ ഈ നിരീക്ഷണത്തിൽ നിന്നുള്ള ആരോപണമായി നമുക്ക് മനസ്സിലാവുക. ഇരട്ടത്താപ്പിലപ്പോ ആരാണ് മുന്നിൽ? ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. എല്ലാം കഴിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും കൂട്ടുപിടിച്ചുകൊണ്ടുള്ള വെള്ളാപ്പള്ളിക്കെതിരായ യുദ്ധത്തിന് പിന്നിൽ മറ്റു ചില ബുദ്ധികളാണ് എന്നുള്ള തോന്നലും പരക്കെ ഉണ്ടാവുന്നുണ്ട്.
NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പോലും സതീശനെതിരെ എതിർപ്പുമായി രംഗത്തെത്തി. ഏഷ്യാനെറ്റ് ന്യൂസിനോട് നടത്തിയ പ്രതികരണം, സുകുമാരൻ നായരുടെ പ്രതികരണം ശ്രദ്ധേയമാണ്. വെള്ളാപ്പള്ളി നടേശൻ മുതിർന്ന സമുദായ നേതാവാണ്. 89 വയസ്സായ ഒരു നേതാവിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ ആരായാലും അവർക്ക് അത് നല്ലതല്ല. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയത് വിവാദമാക്കുന്നത് ശരിയായ കാര്യമല്ല. നടേശൻ എന്താ കാർ കാണാത്ത ആളാണോ എന്നും വെള്ളാപ്പള്ളി നടേശൻ കാർ കണ്ടതിന് ശേഷം ആണ് വിമർശിക്കുന്നവർ കാർ കണ്ടത് എന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. VD സതീശൻ്റെ ഈ നീക്കത്തിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ ഒരു റിസൾട്ട് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഐക്യത്തിലായി SNDP NSS ഐക്യത്തിനുള്ള ഒരു നീക്കം ആരംഭിച്ചു എന്നുള്ളതാണ്. ഇതും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയെ പോലുള്ളവർ ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ബോധവാന്മാരുമാണ്. VD സതീശൻ്റെ ജമാഅത്തെ ഇസ്ലാമി പ്രേമം ഈ തരത്തിലുള്ള ഐക്യത്തിനുള്ള കാരണമായി എന്നുള്ളതാണ് സതീശനെ പോലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. KC വേണുഗോപാലിനും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ള സൂചനകൾ കിട്ടി എന്നുള്ളതാണ് പ്രധാനം. ചെന്നിത്തല ഒരു ഭാഗത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയും ഒക്കെ ഒന്ന് അനുനയിപ്പിച്ച് മനസ്സിലാക്കി വരുമ്പോഴാണ് ഈ സതീശൻ്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി. എന്തായാലും സംഗതി ക്ലച്ച് പിടിക്കുന്ന മട്ടില്ല, തിരിച്ചടിക്കുന്ന മട്ടാണ്. ഒരു മതവിഭാഗത്തിൻ്റെ അടുത്ത് പോയിട്ട് മറ്റവരെ ചൂണ്ടിക്കാണിച്ച് അവരൊക്കെ മോശമാണ് എന്ന് പറയുന്ന പരിപാടി. നമ്മളെ ശരിയാക്കാൻ അവർ ഒരുമിക്കുകയാണ് എന്ന് പറയുക, മറ്റേടുത്ത് പോയിട്ടും ഇതേ തന്ത്രം ഇറക്കുക. ഈ സ്ട്രാറ്റജിയിലൂടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വോട്ടുകൾ സ്വന്തമാക്കാൻ കഴിയുമെന്നും അതുവഴി ഭരണത്തിലേറാൻ കഴിയുമെന്നുമാണ് ഉദ്ദേശം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. ഇനി അധികാരത്തിലേറിയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന ചർച്ചയും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മറ്റത്തൂരിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളെല്ലാം BJPയിൽ ചേർന്ന് തെരഞ്ഞെടുപ്പിൽ ജയിക്കാത്ത BJPക്ക് പഞ്ചായത്ത് ഭരണം കൈവെള്ളയിൽ ഉണ്ടാക്കി കൊടുത്തതുപോലെ അത് VD സതീശൻ്റെ പാർട്ടിയാണ്, അത് ഉണ്ടാക്കി കൊടുത്തതുപോലെയാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ വിജയിപ്പിച്ചാൽ ഉണ്ടാവുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. ബീഹാറിൽ മഹാഗഡ്ബന്ധനിൽ ചേർന്ന് മത്സരിച്ച് RJDക്കൊപ്പം ചേർന്ന് 6 MLAമാരെ സ്വന്തമാക്കിയ കോൺഗ്രസിൻ്റെ 6 MLAമാരും BJPയിൽ ചേരുകയാണത്ര. ഇപ്പോൾ 0-ലേക്കാണ് കോൺഗ്രസിൻ്റെ അവിടുത്തെ സ്ഥിതി. അവരെ വിശ്വസിച്ച RJDയെയും മറ്റിടത് പാർട്ടികളുടെ സ്ഥിതി എന്താണ്? അരുണാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി അടക്കം പേമ ഖണ്ഡു അടക്കം BJPയിൽ ചേർന്ന് BJPക്ക് ഭരണം ഉണ്ടാക്കിയ, സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ച പാർട്ടിയാണ് കോൺഗ്രസ്, പിടിച്ചുകൊടുത്ത പാർട്ടിയാണ്. കേരളത്തിൽ BJP അധികാരത്തിലെത്താൻ മറ്റത്തൂർ മോഡൽ, ബീഹാർ മോഡൽ, അരുണാചൽ മോഡൽ തിരുവനന്തപുരത്ത് നടപ്പാക്കിയാൽ മതി എന്നുള്ളതാണ് അവരുടെയും ഉള്ളിലിരിപ്പ്. വസ്തുതകൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് VD സതീശൻ പറയുന്നത്, ഞങ്ങൾ നേരിടും, പിണറായി കാറിൽ കയറ്റി, മുസ്ലിം സമൂഹമേ പിണറായി സംഘപരിവാറാണ്, ഇരട്ടത്താപ്പാണ്, ഞങ്ങൾ ശരിയാക്കി തരാൻ നിങ്ങൾക്ക് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾ കേട്ട സ്ഥിതിക്ക് സതീശൻ്റെ ആ പ്രസ്താവന ഒരിക്കൽ കൂടി കേൾക്കണം. കേട്ടു നോക്ക്. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും മാതിരിയല്ലേ സതീശനും കോൺഗ്രസിനും UDFനും അവരെ വിശ്വസിക്കുന്നവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.